ഹായ്. അപ്പം സിനിഫയിൽ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോ ഇടുന്നത് ഫേസ് റിവീൽ ചെയ്താണ്. അതിനുള്ള മെയിൻ കാരണം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയാണ്. അവർ പറഞ്ഞു ഫേസ് റിവീൽ ചെയ്ത്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻസിന് മാത്രമേ ഇനി മോണിറ്റൈസേഷൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി തൊട്ട് സിനിഫയിൽ വരുന്ന എല്ലാ വീഡിയോസും ഫേസ് റിവീൽ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റിലോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റാണ് തമിഴ് പോക്കിരി ഓർ തെലുങ്ക് പോക്കിരി. അപ്പം ബേസിക്കലി നമ്മൾ തെലുങ്ക് പോക്കിരിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും തമിഴ് പോക്കിരിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള കണ്ടൻറ്റ് തെലുങ്ക് പോക്കിരിട്ടാണ്. കാരണം അത് ഫസ്റ്റ് ഉണ്ടാക്കിയത് തെലുങ്കിലാണ്. അതിന് ശേഷമാണ് 2007 തമിഴിലോട്ട് അവർ റീമേക്ക് ചെയ്തത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഓൾവേസ് ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കും എപ്പോഴും ബെറ്റർ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒറിജിനലാണ് ബെറ്റർ. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം മഹേഷ് ബാബു സിനിമകളിൽ നിങ്ങൾ എന്താണോ കാണുന്നത്, അതായത് അതേ സാറ്റിൽ ആക്ടിങ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മൾ കളിയാക്കുവാണെന്നോ അങ്ങനെയാണെന്നോ നമ്മൾ കളിയാക്കുവാണെന്ന് പറയും. പക്ഷേ നമുക്ക് തൽക്കാലം സട്ടിൽ ആക്ടിങ് ആണ് മഹേഷ് ബാബു കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയാം. അതേ സാധനം തന്നെ വിജയ് ഇങ്ങോട്ട് മാറ്റി ചെയ്തു എന്ന് മാത്രം. 2-3 സീൻസിലല്ലാതെ നമുക്ക് അവരുടെ ബാക്കി എല്ലാം സിനിമയിൽ നിന്ന് അതേപോലെ നമുക്ക് വലിയ വ്യത്യാസം, സാധാരണ റീമേക്ക് സിനിമകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പം ആ കണ്ടൻറ്റിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പം കോർ സ്റ്റോറി എടുത്തിട്ട് റീമേക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി. അല്ലാതെ അത് തന്നെ സീൻ ബൈ സീൻ റീമേക്ക് ചെയ്യില്ല. അഡാപ്റ്റ് ചെയ്തിട്ട് അവർ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും പണ്ടത്തെ സിനിമയാണ് സമ്മതിച്ചു എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും മഹേഷ് ബാബു ചെയ്ത സാധനം തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം ഒരു വിജയ് സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ വിജയിൽ നിന്ന് നമ്മൾ ഒരു ഭയങ്കര വിജയ് തന്നെ പറയുന്നുണ്ട്, തൊട്ടടുത്തൊരു ബോംബ് പൊട്ടിയാൽ പോലും വലിയതായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒരാളാണ് വിജയ് ആ സിനിമയിൽ ക്യാരക്ടർ എന്ന്. പക്ഷേ മഹേഷ് ബാബു ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ മഹേഷ് ബാബു ചെയ്തിരിക്കുന്ന അതേ സാധനം ഇങ്ങോട്ട് അതേപോലെ പറിച്ച് നടുകയാണ്. 2-3 സീൻസിൽ മാത്രമേ ഉള്ളൂ വിജയുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രഭുദേവയുടേതായിട്ടുള്ള രീതിയിലുള്ള മേക്കിംഗ് അവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ മറ്റേ ആ സീനും തെലുങ്കിലെ ആ സീനും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തമിഴിലെ സീനാണ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഓവറോൾ ആ സിനിമയിൽ മഹേഷ് ബാബു ആണ് ബെറ്റർ. കാരണം മഹേഷ് ബാബു സ്ഥിരം ചെയ്തു വരുന്ന സാധനമാണ് അത്. അതേ സാധനം തന്നെ വിജയ് ഇങ്ങോട്ടും എടുത്ത് മാറ്റിയെന്ന് മാത്രം. പക്ഷെ നിങ്ങൾ ഗില്ലിയും ഒക്കടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മഹേഷ് ബാബു ഒക്കെ വിജയുടെ 7 പോലും വരത്തില്ല. കാരണം ഗില്ലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒക്കടു എന്ന സിനിമയുടെ കോർ എടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടിപ്പിക്കൽ സാധനം പറിച്ച് മാറ്റിയിട്ട് വേറെ രീതിയിൽ വെറൈറ്റി വെച്ച് അതിൽ വില്ലന് മാക്സിമം കോമഡി സംഭവങ്ങൾ കൊടുത്തു. വില്ലനെ കുറച്ചും കൂടെ എക്സ്ട്രാ ഓർഡിനറി, ഒരുമാതിരി എക്സ്ട്രോട്ട് ടൈപ്പാക്കി. നായകൻ അതുപോലെ തന്നെ നായകനും നായകൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം, അതായത് അച്ഛൻ തെലുങ്കിൽ കബഡി സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടാണ്, പക്ഷെ തമിഴിൽ വിജയനെ സപ്പോർട്ട് ചെയ്യാത്ത നമ്മൾ ടിപ്പിക്കൽ അച്ഛൻ വൈബാണ് നമുക്ക് ഗില്ലി കാണുമ്പോൾ കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫീലിംഗ് പോലും നമുക്ക് ഒക്കട് കാണുമ്പോൾ കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ തെലുങ്കിൽ പ്രകാശ് രാജിനെ കാണിച്ചിട്ടുള്ളത് വളരെ ബോറായിട്ടാണ്. പക്ഷേ തമിഴിൽ നമുക്ക് പ്രകാശ് രാജിൻ്റെ ക്യാരക്ടർ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ട്രെൻഡായത്. പക്ഷെ പോക്കിരിയിലോട്ട് വരുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. തെലുങ്ക് പോക്കിരി ഒരു എ സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരു 18+ മൂവിയാണ്. എ സർട്ടിഫിക്കറ്റ് ചെയ്യുക, അതുപോലെ വയലൻസ് ഉൾപ്പെട്ട ഒരു സിനിമയെ തമിഴിലോട്ട് റീമേക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തമിഴ് ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ വിജയുടെ ഫാൻസിന് വേണ്ടി കുറച്ച് വയലൻസ് കുറച്ചു എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു ഹെഡ് ബ്ലാസ്റ്റിംഗ് സീനൊക്കെ ഉണ്ട്, ഐ തിങ്ക് എനിക്കുണ്ടെന്ന് തോന്നുന്നു തെലുങ്ക് പോക്കിരിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമൊന്നും നമുക്ക് തമിഴിൽ കാണാൻ പറ്റത്തില്ല.
സോ ബേസിക്കലി നമ്മളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോഴത്തേക്കും ഒക്കടു ആണോ ഗില്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഗില്ലിയാണ്. ഒക്കടു ഇതിൻ്റെ ഏഴയത്ത് വരത്തില്ല. പോക്കിരിയാണോ അതോ തെലുങ്ക് പോക്കിരിയാണോ തമിഴ് പോക്കിരിയാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ തെലുങ്ക് പോക്കിരിയാണ് ബെറ്റർ. പക്ഷെ അതിൻ്റെ ഒരു ഇത്രയും മാത്രമേ തെലുങ്ക് പോക്കിരി മുന്നിലുള്ളൂ. മനസ്സിലായോ? ഇത്രയും മാത്രമേ തെലുങ്ക് പോക്കിരി മുന്നിലുള്ളൂ. പക്ഷെ ഇത്രയും ഉണ്ട് പോക്കിരി. പക്ഷെ ഗില്ലി ഒക്കടും കമ്പയർ ചെയ്യുമ്പോഴത്തേനും കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട് ഗില്ലി എങ്കിൽ ഇത്ര എങ്ങാനേ ഉള്ളൂ. അതായത് അതിൻ്റെ തൊട്ടടുത്ത് പോലും ഒക്കടെ എത്തത്തില്ല. അതുപോലാണ് അവർ റീമേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ പോക്കിരി ഈസ് ഒരു റീമേക്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം ഈ കമ്പാരിസൺ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ സീൻ കമ്പയർ ചെയ്യുന്നു, ആ സീൻ കമ്പയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ വെച്ചപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. പിന്നെ ഫേസ് റിവ്യൂലും ചെയ്യണമല്ലോ, അതിനൊരു വീഡിയോയും കൂടെ വേണമല്ലോ എന്നാലോചിക്കും. ഫേസ് റിവ്യൂല് ചെയ്യാൻ എനിക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയ്ക്കും മിനിമം 5 വ്യൂസാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ വ്യൂസിനേക്കാളും കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.